നമസ്കാരം എല്ലാവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജനറൽ മൈക്രോബയോളജി മൊഡ്യൂളിലുള്ള സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബാക്ടീരിയ വിവിധങ്ങളായ ഷേപ്പിലും അറേഞ്ച്മെന്റിലും നമുക്ക് കാണാറുണ്ട് അല്ലെ. നമ്മൾ നോർമലി ബാക്ടീരിയനെ കാണുന്ന ഷേപ്സ് എന്തൊക്കെയാണ്? നമ്മൾ കോക്കൈ, അതിന്റെ സിംഗുലർ ആണ് കോക്കസ്, ബെറി എന്ന മീനിങ് ഉള്ള കോക്കോസ് എന്ന ടേമിൽ നിന്നാണ് ഈ ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ കോക്കൈ അല്ലെങ്കിൽ കോക്കസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള ബാക്ടീരിയൽ സെൽസിനെയാണ് പറയുന്നത്. നമ്മൾ അത് കൂടാതെ റോഡ് ഷേപ്പിൽ അല്ലെങ്കിൽ ദണ്ട് പോലെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ കാണാറുണ്ട്. അതിനാണ് നമ്മൾ ബാസില്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ബാസില്ലസ് സിംഗുലർ ആണ്, ബാസില്ലൈ. ഓക്കെ, പിന്നെ ഇതിനെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, കോക്കസിനെ, അതായത് സ്പെറിക്കൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പുള്ള ബാക്ടീരിയനെ നമ്മൾ സിംഗിൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ അതിനെ മോണോകോക്കസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇവരെ തന്നെ നമുക്ക് രണ്ടെണ്ണം വീതം അറേഞ്ച് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ളതിന് നമ്മൾ ഡിപ്ലോകോക്കൈ എന്ന് പറയാറുണ്ട്. ഓക്കെ, കൂടാതെ ചെയിൻസ്, അതായത് ഒരുപാട് കോക്കൈനെ അറേഞ്ച് ചെയ്തിട്ട് ഇലോങ്ങേറ്റഡ് ചെയിൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറയാറുണ്ട്. സിമിലർലി കോക്കൈനെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റെഫൈലോകോക്കൈ എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ കോക്കൈനെ തന്നെ നമുക്ക് ടെട്രാഡ് ആയിട്ട്, അതായത് ഒരു സ്ക്വയർ പോലെ 4 വീതം കോക്കൈനെ ഒരു സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ടെട്രാഡ് എന്നും, 8 വീതം കോക്കൈനെ ഒരു ക്യൂബിക്കൽ ഫോമിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിനെ സാർസിന എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, സോ കോക്കൈയുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സിമിലർലി ബാസില്ലൈനെ നമുക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഓക്കെ, ബാസില്ലയും സിംഗിൾ ബാസിലസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ കോക്കോ ബാസിലസ്, അതായത് കോക്കയും അല്ല ബാസിലയും അല്ല എന്നുള്ള അതിന്റെ രണ്ടിന്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ കോക്കോ ബാസിലസ് എന്ന് വിളിക്കുന്നത്. 2 ബാസിലസിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡിപ്ലോ ബാസിലൈ എന്ന് പറയും. ബാസിലൈ തന്നെ ചെയിൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ സ്ട്രെപ്റ്റോ ബാസിലൈ എന്ന് വിളിക്കും. പിന്നെ ഇറഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ പാലിസൈഡ് എന്ന് വിളിക്കും. കോക്കയും ബാസിലയും കൂടാതെ മറ്റ് ചില ഫോംസിലും ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ആയിട്ടുള്ള ഫോമിൽ കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഫ്യൂസോ ബാക്ടീരിയം, അതുപോലെ വിബ്രിയോ അല്ലെങ്കിൽ കോമ ഷേപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വിബ്രിയ കോളറി ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ക്ലബ് ഷേപ്പ്, നമ്മുടെ കൊറിനി ബാക്ടീരിയം, അതായത് ഒരു എൻഡില് കുറച്ചൊന്ന് ബൾജ് ആയിട്ട് കാണുന്ന ഒരു ഫോം, അതിനാണ് നമ്മൾ ക്ലബ് ഷേപ്ഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. കൂടാതെ കോക്സ് സ്ക്രൂ ഫോം, സ്പൈറൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ കാണാറുണ്ട്, ബൊറീലിയ പോലെയുള്ള ഓർഗാനിസംസ്. പിന്നെ ഹെലിക്കോബാക്ടർ പൈലോറി പോലെയുള്ള ഓർഗാനിസംസ് ഹെലിക്കൽ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നല്ല ഹൈലി കോയിൽഡ് ആയിട്ട് ഉള്ള ഓർഗാനിസംസ്, ട്രിപ്പനിമ പോലെയുള്ള ഓർഗാനിസംസ്, അത് സ്പൈറോക്കീറ്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബാക്ടീരിയൽ അറേഞ്ച്മെന്റ്സ്, അതുപോലെ ബാക്ടീരിയയുടെ ഷേപ്പും. ഇത് കൂടാതെ നമ്മൾ സെൽ വാൾ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മൈക്കോപ്ലാസ്മ, സെൽ വാൾ ഇല്ലാത്ത ബാക്ടീരിയ ആണ് മൈക്കോപ്ലാസ്മ. കൂടാതെ റിക്കറ്റ്സിയ പോലെയുള്ള ഓർഗാനിസംസ് ഉണ്ട്. അവരെന്താണ് സ്ട്രിക്ട്ലി ഇൻട്രാ സെല്ലുലാർ ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ കോമൺ അറേഞ്ച്മെന്റ്സ് ഓഫ് ബാക്ടീരിയ. ഓക്കെ, സോ മെയിൻ ആയിട്ട് കോക്കൈ, ബാസില്ലൈ, വിബ്രിയോ ആൻഡ് സ്പൈറോക്കീറ്റ്സ്. Then coming to the structural details of bacterial cell. എന്താണ് ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്? മെയിൻ ആയിട്ടും ബാക്ടീരിയക്ക് എന്താണ് ഒരു എൻവലപ്പ് ഉണ്ടാകും. ഓക്കെ, ഈ എൻവലപ്പിൽ മെയിൻ ആയിട്ടും എന്തൊക്കെ പാർട്സ് ആണ് കമ്പോസ്ഡ് ആയിട്ട് ഉണ്ടാകുക? ഒരു റിജിഡ് സെൽ വാൾ ഉണ്ടാകും, അതിനുള്ളിലായിട്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാകും, പ്ലാസ്മ മെംബ്രെയിനുള്ളിലായിട്ടൊരു സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിലായിരിക്കും ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ്, മെയിൻ ആയിട്ട് നമ്മുടെ മീസോസോം, റൈബോസോം പോലെയുള്ള പാർട്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നത് സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിലായിരിക്കും. കൂടാതെ ബാക്ടീരിയയുടെ ക്രോമസോം, ഹൈലി സൂപ്പർ കോയിൽഡ് ആയിട്ടുള്ള ഒരു സർക്കുലാർ ക്രോമസോം ആണ് ബാക്ടീരിയക്ക് ഉണ്ടാകുക. ഇതും സൈറ്റോപ്ലാസത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ ചില ബാക്ടീരിയക്ക് അഡീഷണൽ ആയിട്ടുള്ള സെൽ വാൾ അപ്പൻഡേജസ് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാവാറുണ്ട്, ഡിപ്ലോകോക്കൈ. അതുപോലെ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അപ്പൻഡേജ് ആണ് ഫ്ലജല്ല.
അങ്ങനെയുള്ള ഓർഗാനിസംസിനെ കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഫിംബ്രിയെ പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയയും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഓക്കെ, സോ നമ്മൾ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത് ബാക്ടീരിയൽ സെൽ വാൾ. എന്താണ് ബാക്ടീരിയൽ സെൽ വാൾ? ബാക്ടീരിയൽ സെൽ വാൾ നമുക്കറിയാം, ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഗ്രാം സ്റ്റെയിനിങ്ങിന്റെ ബേസിസിൽ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും ബാക്ടീരിയയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗ്രാം സ്റ്റെയിൻ സെൽ വാളിനെയാണ് ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെയിനിങ്ങിന്റെ ബേസിസിൽ നമുക്ക് ബാക്ടീരിയ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെയും സെൽ വാൾ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ എന്താണ് ബാക്ടീരിയൽ സെൽ വാൾ? ബാക്ടീരിയൽ സെൽ വാൾ എന്ന് പറയുന്നത് ബാക്ടീരിയത്തിന് ചുറ്റുമുള്ള ഒരു ടഫ് റിജിഡ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇത് ഏകദേശം 10 to 25 നാനോമീറ്റർ തിക്നെസ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇത് ബാക്ടീരിയയുടെ ഡ്രൈ വെയിറ്റിന്റെ ഒരു 20 to 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാക്ടീരിയൽ സെൽ വാൾ ആണ്. എന്തൊക്കെയാണ് ബാക്ടീരിയൽ സെൽ വാളിന്റെ ഫങ്ഷൻസ്? ഇതിന്റെ മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടും ബാക്ടീരിയയെ ഓസ്മോട്ടിക് ലൈസിസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് സെൽ വാൾ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയയ്ക്ക് ഒരു റിജിഡിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് സെൽ വാൾ ആണ്. ബിക്കോസ് സെൽ വാൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ കൊണ്ടാണ്. അപ്പൊ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ പ്രസന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ബാക്ടീരിയക്ക് ഒരു സ്ട്രക്ചറൽ റിജിഡിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ബാക്ടീരിയക്ക് ഒരു ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് സെൽ വാൾ ആണ്. ബാക്ടീരിയൽ സെൽ വാളിന്റെ ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെൽ വാൾ സ്ട്രക്ചർ ആണ്. അത് കോക്കയാണോ ബാസിലയാണോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെൽ വാൾ ആണ്. പിന്നെ സെൽ ഡിവിഷൻ, ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴി ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറാൻ ഹെൽപ്പ് ചെയ്യുന്നത് സെൽ വാൾ ആണ്. അല്ലെങ്കിൽ സെൽ വാളിനും അതിൽ റോൾ ഉണ്ട്. കൂടാതെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റാൻസസ് ബാക്ടീരിയയെ നശിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് ടോക്സിക് സബ്സ്റ്റാൻസസിൽ നിന്നും ബാക്ടീരിയയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സെൽ വാൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ സെൽ വാൾ ആണ് ഒരുപാട് ടൈപ്പ് ആന്റിബയോട്ടിക്സിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ, നമ്മുടെ പെൻസിലിൻ പോലെയുള്ള ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ ബീറ്റാലാക്ടം ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സെൽ വാൾ ആണ്. കാരണം എന്താണ്? സെൽ വാൾ റപ്ചർ ആയി കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ ഉള്ളിലുള്ള സബ്സ്റ്റാൻസസ് ഒക്കെ ലീക്ക് ആവുകയും അതുവഴി ഓർഗാനിസത്തിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അല്ലെങ്കിൽ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ അല്ലാതെ വരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ടീരിയക്ക് വിറുലൻസ് ഫാക്ടർ. എന്താണ് വിറുലൻസ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാക്ടീരിയക്ക് പെത്തോജനസിസ്, അതായത് ഡിസീസ് ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനാണ് നമ്മൾ വിറുലൻസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൽ വാളിൽ സർട്ടൻ വിറുലൻസ് ഫാക്ടേഴ്സ് പ്രസന്റ് ആയിട്ടുണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ എൻഡോടോക്സിൻ. ഓക്കെ, സോ അതായത് സെൽ വാളിൽ പ്രസന്റ് ആയിട്ടുള്ള സർട്ടൻ വിറുലൻസ് ഫാക്ടേഴ്സ് ആണ് ബാക്ടീരിയക്ക് ഡിസീസ് ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മൾ സെൽ വാളിന്റെ സർഫസിൽ പ്രസന്റ് ആയിട്ടുള്ള സർട്ടൻ ആന്റിജനെ എഗെയിൻസ്റ്റ് ആയിട്ട് റേസ് ചെയ്യുന്ന ആന്റിബോഡിക്ക് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, സോ ദിസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ. മെയിൻ ആയിട്ടും വരുന്നത് ഓസ്മോട്ടിക് ലൈസിസിനെ അഗെയിൻസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു, ബാക്ടീരിയക്ക് ഒരു റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അതിന്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നു, സെൽ ഡിവിഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നു, ടോക്സിക് സബ്സ്റ്റാൻസസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, വിറുലൻസ് ഫാക്ടേഴ്സ് പ്രസന്റ് ആയിരിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ബാക്ടീരിയൽ സെൽ വാൾ, നമ്മൾ ഓൾറെഡി എന്താണ് ബാക്ടീരിയൽ സെൽ വാൾ എന്ന് നോക്കി, ബാക്ടീരിയൽ സെൽ വാളിന്റെ മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. അപ്പൊ എന്താണ് ഈ ബാക്ടീരിയൽ സെൽ വാളിന്റെ മേജർ കമ്പോസിഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഉള്ളതുകൊണ്ടാണ് അതിന് റിജിഡിറ്റി ഉണ്ടാകുന്നത്. സോ എന്താണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്? പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാക്ടീരിയയുടെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന കമ്പോണന്റ് ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. സോ അതൊരു റിജിഡ് ആയിട്ടുള്ള മെഷ് ലൈക്ക് ലെയർ ആണ്. കാർബോഹൈഡ്രേറ്റ്സും അമിനോ ആസിഡ്സും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെഷ് ലൈക്ക് ലെയർ ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണ് ബാക്ടീരിയക്ക് സ്ട്രക്ചറൽ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഒരു സെൽ ഷേപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും
ഓൾട്ടർനേറ്റിംഗ് യൂണിറ്റ്സ് ഷുഗർ യൂണിറ്റ്സ് ആണ്. ഓക്കെ, എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ എന്നും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് എന്നും പറയുന്ന രണ്ട് ഷുഗർ യൂണിറ്റ്സ് ഉണ്ട്. ഈ രണ്ട് ഷുഗർ യൂണിറ്റ്സിനെയും അതിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. നമ്മളിതിനെ എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ അല്ലെങ്കിൽ നാഗ് മോളിക്യൂൾ എന്നും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് അല്ലെങ്കിൽ നാം മോളിക്യൂൾ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് നാം മോളിക്യൂൾസിനെ തമ്മിൽ, അതായത് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡിനെ തമ്മിൽ ടെട്രാ പെപ്റ്റൈഡ് ബ്രിഡ്ജ് കൊണ്ടാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, ഈ ടെട്രാ പെപ്റ്റൈഡ് ബ്രിഡ്ജിനെ തമ്മിൽ, അതായത് ഇതിന്റെ തേർഡ് പൊസിഷനിലുള്ള പ്രോട്ടീനും അടുത്ത നാം മോളിക്യൂളിലുള്ള ഫോർത്ത് പൊസിഷനിലുള്ള മോളിക്യൂളിനെയും തമ്മിൽ ഒരു പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് കൊണ്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് വെച്ചിട്ടുള്ള ഒരു പോളിമർ ആണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നത്. ഈ പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ ആബ്സെന്റ് ആയിരിക്കും. അവിടെ എന്താണ്, ഈ ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജുകളെ തമ്മിൽ തന്നെ കോവാലന്റ്ലി ബോണ്ടേജ്ഡ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ ഇതാണ് എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നുള്ളതിനുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സും അമിനോ ആസിഡ്സും ചേർന്നിട്ടുള്ള ഒരു പോളിമർ ആണ് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആൻഡ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീൻ. തൊട്ടടുത്തുള്ള രണ്ട് നാം മോളിക്യൂൾസിനെ തമ്മിൽ ഒരു ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ രണ്ട് ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് ആണ്. ഇൻ ദ കേസ് ഓഫ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ ഈ പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് എൽ അലാനിൻ, ഡി ഗ്ലൂട്ടാമിൻ, എൽ ലൈസിൻ, ഡി അലാനിൻ. ഓക്കെ, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിന്റെ തിക്നെസ്സിലുള്ള ഡിഫറൻസിന്റെ ബേസിസിലാണ് നമ്മൾ ബാക്ടീരിയനെ ഗ്രാം സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഗ്രാം പോസിറ്റീവ് സെൽ വാൾ. ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാള് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ സെൽ വാളിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആണ്. സ്ട്രക്ചർ വൈസ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഓക്കെ, സോ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ എന്ന് പറയുന്നത് മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം തിക്കർ ആയിരിക്കും. അതായത് ഏകദേശം 50 to 100 ലെയേഴ്സ് തിക്നെസ് അധികമായിരിക്കും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്ക്. അതായത് ഏകദേശം 16 to 80 നാനോമീറ്റർ തിക്നെസ്സിൽ വരെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ ഓരോ ലെയറും നമ്മുടെ മ്യൂക്കോപെപ്റ്റൈഡ് ചെയിൻ ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിൻ ആയിരിക്കും. ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ചെയിനിൽ എന്താണ്, ഓരോ ലെയറിലും എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡും എൻ അസറ്റൈൽ ഗ്ലൂക്കോസമീനും ഓൾട്ടർനേറ്റീവ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതിനെ തമ്മിൽ നാം മോളിക്യൂൾസിനെ തമ്മിൽ ടെട്രാപെപ്റ്റൈഡ് സൈഡ് ചെയിൻസ് ഉണ്ടാകും. ഈ ടെട്രാപെപ്റ്റൈഡ് ചെയിനിൽ, അതായത് നമ്മുടെ നാം മോളിക്യൂളിലുള്ള ടെട്രാപെപ്റ്റൈഡ്, ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇതൊരു നാം മോളിക്യൂൾ, അതായത് എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ് ആണ്. അതിൽ നിന്നും ഒരു ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജ് അസെൻഡ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ചെയിനിൽ നിന്നും ഉള്ള എൻ അസറ്റൈൽ മ്യൂറാമിക് ആസിഡ്, അതിൽ നിന്നും ഒരു ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജ് അസെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് ആണ്. ഓക്കെ, സോ ഈ ടെട്രാപെപ്റ്റൈഡിലുള്ള എൽ ലൈസിനെയും അടുത്ത നാം മോളിക്യൂളിലുള്ള ടെട്രാപെപ്റ്റൈഡിലുള്ള ഡി അലാനിനെയും തമ്മിലാണ് ഇവിടെ പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു ഗ്രാം പോസിറ്റീവ് സെൽ വാളിന്റെ സ്ട്രക്ചർ. നാം മോളിക്യൂൾസ് ഉണ്ടാകും, അതുപോലെ തന്നെ നാഗ് മോളിക്യൂൾസ് ഉണ്ടാകും, ടീക്കോയിക് ആസിഡ് ഉണ്ടാകും. ഓക്കെ, എന്താണ് ടീക്കോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ, ഈ ടീക്കോയിക് ആസിഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, സോ എന്താണ് ഈ ടീക്കോയിക് ആസിഡ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? ഗ്ലിസറോൾ അല്ലെങ്കിൽ റിബിറ്റോളിന്റെ പോളിമേഴ്സ് ആണ് ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവയെ നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ട് ലിങ്ക് ചെയ്തിട്ടാണ് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇതിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ ഇപ്പോഴും അൺക്ലിയർ ആണ്. പക്ഷേ ഇത് ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്
ബാക്ടീരിയയുടെ സെൽ വാളിന്റെ സ്ട്രക്ചർ മെയിൻ്റെനൻസിൽ ഇതിന് റോൾ ഉണ്ട് എന്നാണ്. ഓക്കെ, ഇനി ടീക്കോയിക് ആസിഡിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ വേണ്ടി പറ്റും: സെൽ വാൾ ടീക്കോയിക് ആസിഡ് ആൻഡ് ലിപ്പോ ടീക്കോയിക് ആസിഡ്. ദെൻ എന്താണ് സെൽ വാൾ ടീക്കോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കനിലുള്ള നാം മോളിക്യൂളിനോട് കോവാലന്റ്ലി ലിങ്ക് ചെയ്ത് കാണുന്ന ടീക്കോയിക് ആസിഡിനെയാണ് നമ്മൾ സെൽ വാൾ ടീക്കോയിക് ആസിഡ് എന്ന് പറയുന്നത്. പിന്നെ ലിപ്പോടീക്കോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിനിലുള്ള ലിപ്പിഡ് ഗ്രൂപ്പിനോടാണ് അറ്റാച്ച് ചെയ്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഗ്രാം പോസിറ്റീവ് സെൽ വാൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഗ്രാം നെഗറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവ് സെൽ വാൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. എന്താണ് ഇതിൽ വരുന്നത്? മെയിൻ ആയിട്ടും പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആണുള്ളത്. അത് തിക്കർ ആയിരിക്കും. ഗ്രാം നെഗറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ 50 to 100 ലെയേഴ്സ് മോർ തിക്നെസ് ഉള്ളത് ഗ്രാം പോസിറ്റീവ് സെൽ വാളിനാണ്. ഏകദേശം 16 to 18 നാനോമീറ്റർ തിക്നെസ് ആണ് ഇതിനുള്ളത്. ഓരോ ലെയറിലും എന്താണ് ഓൾട്ടർനേറ്റീവ്ലി N-acetyl മ്യൂറാമിക് ആസിഡും N-acetyl ഗ്ലൂക്കോസമീൻ മോളിക്യൂൾസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഓരോ നാം മോളിക്യൂളിൽ നിന്നും ഒരു ടെട്രാപെപ്റ്റൈഡ് ചെയിൻ അസെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ടെട്രാപെപ്റ്റൈഡ് ചെയിനിൽ നമുക്ക് L-അലാനിൻ, D-ഗ്ലൂട്ടാമിൻ, L-ലൈസിൻ, D-അലാനിൻ ഇത്രയും അമിനോ ആസിഡ്സ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ തൊട്ടടുത്തുള്ള രണ്ട് നാം മോളിക്യൂൾസിനെ, തൊട്ടടുത്തുള്ള രണ്ട് ചെയിനുകളിലുള്ള നാം മോളിക്യൂൾസിനെ പരസ്പരം ഈ ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജ് അസെൻഡ് ചെയ്യുന്നുണ്ടാകും. ഇതിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഒരു പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് ആണ്. നാം മോളിക്യൂളിൽ നിന്നും ടെട്രാപെപ്റ്റൈഡ് ചെയിൻസ് അസെൻഡ് ചെയ്യുന്നു. അതിന്റെ തേർഡ് പൊസിഷനിലുള്ള L-ലൈസിനും ടെർമിനൽ പൊസിഷനിലുള്ള D-അലാനിനെയും തമ്മിലൊരു പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നു. ഇത് കൂടാതെ ഗ്രാം പോസിറ്റീവ് സെൽ വാളിൽ ടീക്കോയിക് ആസിഡ് പ്രസന്റ് ആയിട്ടുണ്ട്. ടീക്കോയിക് ആസിഡ് മെയിൻ ആയിട്ടും ബാക്ടീരിയയുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് സെൽ വാളിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിലുണ്ട്: സെൽ വാൾ ടീക്കോയിക് ആസിഡും ലിപ്പോ ടീക്കോയിക് ആസിഡ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ. എന്താണ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഗ്രാം പോസിറ്റീവ് സെൽ വാൾ എന്നുള്ളത്. ഗ്രാം നെഗറ്റീവ് സെൽ വാൾ ഗ്രാം പോസിറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ടും കണ്ടുവരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ. പക്ഷെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഇവിടെ വളരെ തിൻ ആയിരിക്കും. 1 or 2 ലെയർ ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ മാത്രമേ നമുക്ക് ഗ്രാം നെഗറ്റീവ് സെൽ വാളിൽ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഏകദേശം 2 നാനോമീറ്റർ തിക്നെസ് ആണ് പറയുന്നത്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞതുപോലെ നാം മോളിക്യൂൾസും നാഗ് മോളിക്യൂൾസും തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുക. പക്ഷെ ഗ്രാം പോസിറ്റീവ് സെൽ വാളിലുള്ള പെപ്റ്റിഡോഗ്ലൈക്കനിൽ നിന്നും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ടെട്രാപെപ്റ്റൈഡ് നാം മോളിക്യൂളിൽ നിന്നും അസെൻഡ് ചെയ്യുന്ന ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പ്രസന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൽ തേർഡ് പൊസിഷനിൽ നമുക്ക് മീസോ ഡൈഅമിനോ പൈമലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, പിന്നെ ഈ രണ്ട് ടെട്രാപെപ്റ്റൈഡ് ബ്രിഡ്ജുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പെന്റാഗ്ലൈസിൻ ബ്രിഡ്ജ് അവിടെ ഉണ്ടാകില്ല. പകരം അതിനെ ഡയറക്ട്ലി ഒരു കോവാലന്റ് ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് തേർഡ് പൊസിഷനിലുള്ള D-അലാനിനും ടെർമിനൽ പൊസിഷനിലുള്ള D-അലാനിനും തേർഡ് പൊസിഷനിലുള്ള മീസോ ഡൈഅമിനോ പൈമലിക് ആസിഡും തമ്മിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ഗ്രാം നെഗറ്റീവ് സെൽ വാൾ. ഇനി ഗ്രാം നെഗറ്റീവ് സെൽ വാൾ നമ്മൾ കോംപ്ലക്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവിടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ മാത്രമല്ല വേറെയും കുറച്ച് കമ്പോണൻസ് പ്രസന്റ് ആയിട്ടുണ്ട്. ഔട്ടർ മെംബ്രെയിൻ. എന്താണ് ഔട്ടർ മെംബ്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ്. ഓക്കെ, നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിന് പുറമെ കാണുന്ന ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇത് തമ്മിൽ ഒരു കോവാലൻ ലിങ്കേജ് വഴിയാണ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുന്നത്. ഓക്കെ, ഇത് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട്, ഈ ഔട്ടർ മെംബ്രെയിൻ നമ്മുടെ ബാക്ടീരിയൽ സെല്ലിന് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പോറിൻ പ്രോട്ടീൻസ് കാണാൻ വേണ്ടി പറ്റും. എന്താണ് ഈ പോറിൻ പ്രോട്ടീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻസ് ആണ്. ഇവര് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ 3 പോറിൻ മോളിക്യൂൾസ് ക്ലസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ സെൽ ഔട്ടർ മെംബ്രെയിനിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവരവിടെ ചെറിയ ഒരു നാരോ ചാനൽ ഫോം ചെയ്യും. ഈ ചാനൽ വഴി 600 to 700 ഡാൽട്ടൺസ് മോളിക്കുലാർ വെയിറ്റ് ഉള്ള
മെറ്റീരിയൽസിന് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷെ ഇതിലധികം മോളിക്കുലാർ വെയിറ്റ് ഉള്ള സബ്സ്റ്റാൻസസ് ലൈക്ക് എന്താണ് വൈറ്റമിൻ ബി പോലെയുള്ള മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്പെസിഫിക് കാരിയേഴ്സിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഈ ഔട്ടർ മെംബ്രെയിൻ നമ്മുടെ പെരിപ്ലാസ്മിക് എൻസൈംസ് പോലെയുള്ള സബ്സ്റ്റാൻസസിന്റെ ലോസ് പ്രിവെന്റ് ചെയ്യും. അതുവഴി ബാക്ടീരിയന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ കംസ് ദി ലിപ്പോപോളിസാക്കറൈഡ് അല്ലെങ്കിൽ LPS. ഇത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രം യുണീക്ക് ആയിട്ടുണ്ടാകുന്ന ഒരു ലെയർ ആണ്. ഓക്കെ, ഈ ലിപ്പോപോളിസാക്കറൈഡ് മെയിൻ ആയിട്ടും 3 പാർട്സ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ലിപ്പിഡ് എ അല്ലെങ്കിൽ എൻഡോടോക്സിൻ, കോർ പോളിസാക്കറൈഡ്, ഓ സൈഡ് ചെയിൻ. നമുക്ക് ഇമേജ് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ലിപ്പോപോളിസാക്കറൈഡ് ലിപ്പിഡ് എ ഉണ്ട്, കോർ പോളിസാക്കറൈഡ് ഉണ്ട്, ഒരു ഓ പോളിസാക്കറൈഡ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എന്താണ് ലിപ്പോപോളിസാക്കറൈഡ് എന്ന് പറയുന്നത്? ഇതിന് 3 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു. ലിപ്പിഡ് എ, കോർ പോളിസാക്കറൈഡ്, ഓ സൈഡ് ചെയിൻ അല്ലെങ്കിൽ ഓ ആന്റിജൻ. ലിപ്പിഡ് എ അല്ലെങ്കിൽ എൻഡോടോക്സിൻ എന്ന് പറയുന്നത് ബാക്ടീരിയക്ക് എൻഡോടോക്സിക് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് പൈറോജെനിസിറ്റി, അതായത് ഫീവർ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി, ലീഥൽ ഇഫക്റ്റ്, നെക്രോസിസ് കോസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി, അതുപോലെ കോംപ്ലിമെന്ററി ആക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള എബിലിറ്റി, ബി സെൽ മൈറ്റോജെനിസിറ്റി, ഇതുപോലെയുള്ള എൻഡോടോക്സിക് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്ടീരിയക്ക്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയക്ക് അവരുടെ ലിപ്പോപോളിസാക്കറൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള ലിപ്പിഡ് എ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ ഔട്ടർ മെംബ്രെയിനിലേക്ക് ആണ് പ്രസന്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ വരുന്നത് കോർ പോളിസാക്കറൈഡ്. കോർ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ലിപ്പിഡ് എയിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് കാണുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ഇതൊരു 10 to 12 ഷുഗർ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സ്ട്രക്ചർ ആണ്. ദെൻ ഓ സൈഡ് ചെയിൻ അല്ലെങ്കിൽ ഓ ആന്റിജൻ, നമ്മൾ സൊമാറ്റിക് ആന്റിജൻ എന്നൊക്കെ പറയാറില്ലേ, അതിനാണ് ഓ സൈഡ് ചെയിൻ അല്ലെങ്കിൽ ഓ ആന്റിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഒരു പോളിസാക്കറൈഡ് ചെയിൻ ആണ്. നമ്മുടെ കോർ പോളിസാക്കറൈഡിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ഓ ആന്റിജൻ അല്ലെങ്കിൽ ഓ സൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷുഗർ മോയിറ്റീസ് കൊണ്ട് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഓരോ ബാക്ടീരിയൽ സ്ട്രെയിനിലും ഈ ഷുഗറിന്റെ കമ്പോസിഷൻ വാരിയിങ് ആയിരിക്കും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ സ്ട്രെയിനിൽ ഡിഫറെന്റ് ഷുഗേഴ്സ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് തന്നെ നമുക്ക് സീറോ ടൈപ്പിങ്ങിന് ബാക്ടീരിയയെ സീറോ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓ സൈഡ് ചെയിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മുടെ ബാക്ടീരിയയുടെ ഒരു മേജർ സർഫസ് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മേജർ സർഫസ് ആന്റിജൻ ആയിട്ട് കാണുന്ന ഒരു പാർട്ടാണ് ഈ ഓ ആന്റിജൻ എന്ന് പറയുന്നത്. നമ്മൾ സൊമാറ്റിക് ആന്റിജൻ എന്നും പറയാറുണ്ട്. ഓക്കെ, ആന്റിബോഡി ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആന്റിജൻ ആണ് ഓ ആന്റിജൻ എന്ന് പറയുന്നത്. ഓക്കെ, then comes the periplasmic space. പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത് സെൽ മെംബ്രെയിന്റെയും ഔട്ടർ മെംബ്രെയിന്റെയും ഇടയിലുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. സോ ഗ്രാം നെഗറ്റീവ് സെൽ വാള് നമ്മൾ പറഞ്ഞു എന്താണ്, ഗ്രാം പോസിറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ കോംപ്ലക്സ് ആണ്. പെപ്റ്റിഡോഗ്ലൈക്കന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. 1 to 2 layers ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ദെൻ ഇതിലെന്താണ് എൽ ലൈസീന് പകരം മീസോ ഡയമിനോ പൈമെലിക് ആസിഡ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അവിടെ പെൻഡാഗ്ലൈസിൻ ബ്രിഡ്ജ് ആബ്സെന്റ് ആയിരിക്കും. ടെട്രാപെപ്റ്റൈഡ് സൈഡ് ചെയിൻസിനെ തമ്മിൽ കോവാലന്റ്ലി ലിങ്ക് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ ഔട്ടർ മെംബ്രെയിൻ പ്രസന്റ് ആയിരിക്കും. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഫോസ്ഫോലിപ്പിഡ് ലെയർ ആണ്. ഇത് ബാക്ടീരിയനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് മെയിൻ ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പോറിൻ പ്രോട്ടീൻസ് പ്രസന്റ് ആയിരിക്കും അവിടെ. ഇവരെന്ത് ചെയ്യുന്നു, ബാക്ടീരിയയിലേക്കുള്ള ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മോളിക്യൂൾസിന്റെ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ദെൻ ലിപ്പോപോളിസാക്കറൈഡിൽ മെയിൻ ആയിട്ടും ലിപ്പിഡ് എ ഉണ്ട് വിച്ച് പോസസ് എൻഡോടോക്സിക് ആക്ടിവിറ്റി. ദെൻ കോർ പോളിസാക്കറൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓ സൈഡ് ചെയിൻ ഉണ്ട് വിച്ച് പോസസ് ആന്റിജനിക് പ്രോപ്പർട്ടി. പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറഞ്ഞാൽ സെൽ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിന്റെയും ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ പെരിപ്ലാസ്മിക് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് സെൽ വാൾ. എങ്ങനെയാണ് നമുക്ക് സെൽ വാളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്കറിയാം, നമ്മൾ നോർമൽ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് സെൽ വാളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ സിമ്പിൾ സ്റ്റെയിൻസ് ഉപയോഗിച്ചിട്ടും നമുക്ക് സെൽ വാളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ സെൽ വാളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ്
അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലാസ്മോലൈസിസ്. നമ്മൾ ഒരു ഹൈപ്പർട്ടോണിക് സലൈൻ്റെ അകത്ത് ബാക്ടീരിയനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൈറ്റോപ്ലാസം ഷ്രിങ്ക് ചെയ്യുകയും അതിന്റെ ഉള്ളിലുള്ള കണ്ടൻസ് ലീക്ക് ഔട്ട് ആയി പോവുകയും സെയിം ടൈം എന്താണ് അതിന്റെ സെൽ വാൾ നമുക്കറിയാം ഓസ്മോട്ടിക് ലൈസിസിനെ അഗെയിൻസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന പാർട്ടാണ് സെൽ വാൾ എന്നുള്ളത്. ഓക്കെ, സോ സെൽ വാൾ അതിന്റെ സ്ട്രക്ചർ അവിടെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് സെൽ വാളിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സിമിലർലി മൈക്രോ ഡിസെക്ഷൻ, പിന്നെ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ഉപയോഗിക്കാം, പിന്നെ സ്പെസിഫിക് ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് വഴി നമുക്ക് സെൽ വാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി യൂസ് ചെയ്യാവുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെൽ വാളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ദെൻ സെൽ മെംബ്രെയിൻ. എന്താണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നൊക്കെ പറഞ്ഞാൽ? ബാക്ടീരിയയുടെ സർവൈവലിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ വളരെ കോമൺ ആയിട്ട് സെൽ മെംബ്രെയിൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി അഡാപ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഏകദേശം 5 to 10 നാനോമീറ്റർ തിക്നെസ് ഉള്ള ഒരു പാർട്ടാണ്. ഓക്കെ, ഇതിന് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് ഉണ്ടാവുക. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് എംബഡ് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ പ്രോട്ടീൻസ് ആണ് ഇന്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. ഓക്കെ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ആണ് നമ്മൾ വൈഡ്ലി സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് അബൌട്ട് 5 to 10 നാനോമീറ്റർ ഇൻ തിക്നെസ്. അതുപോലെ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബൈലെയർഡ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ് കൊണ്ടാണ്, where we can see proteins are embedded. Okay, integral proteins ഉം peripheral proteins ഉം embed ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. Okay, so ഈ സെൽ മെംബ്രെയിൻ യൂക്കാരിയോട്ടിക് സെൽ മെംബ്രെയിനിൽ നിന്നും വാരി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ബാക്ടീരിയൽ അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെൽ മെംബ്രെയിൻ്റെ അകത്ത് സ്റ്റിറോൾസ് ഉണ്ടാവില്ല. ഓക്കെ, നേരെ മറിച്ച് യൂക്കാരിയോട്ടിക് സെൽ മെംബ്രെയിൻ്റെ അകത്ത് എന്താണ്? വി ക്യാൻ സി സ്റ്റിറോൾസ്. ഓക്കെ, പക്ഷെ ചില ബാക്ടീരിയയുടെ കേസിൽ എന്താണ്? സ്റ്റിറോൾ ലൈക്ക് മോളിക്യൂൾസ് ആയിട്ടുള്ള ഹാപ്പനോയിഡ്സ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ കാർബോഹൈഡ്രേറ്റ്സ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻസിന്റെ സർഫസിലേക്ക് ചിലപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സെൽ മെംബ്രെയിൻ ആക്ച്വലി ഇറ്റ് ആക്ട് ആസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതൊരു ഓസ്മോട്ടിക് ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള അയോൺസിന്റെയും ന്യൂട്രിയൻസിന്റെ ഒക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻവേർഡ് മൂവ്മെന്റിനെ അലോ ചെയ്യും. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി, ഇതിനാവശ്യം ഇല്ലാത്ത സാധനങ്ങളെ പുറന്തള്ളാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിട്ട്, അതായത് ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ അപ്ടേക്കിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെൽ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സിന്റെ ഒരു സൈറ്റ് ഓഫ് ആക്ഷൻ ആണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റെസ്പിറേഷൻ, നമ്മുടെ ബാക്ടീരിയയുടെ റെസ്പിറേറ്ററി സൈറ്റ് എന്ന് പറയുന്നത് മീസോസോംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സെൽ മെംബ്രെയിനിൽ ബാക്ടീരിയൽ റെസ്പിറേഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൽ വാളിൽ ബൈനറി ഫിഷൻ നടക്കുമ്പോൾ സെൽ വാൾ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിപ്പിഡ് സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്രോമോസോം സെഗ്രിഗേഷൻ നടക്കാറുണ്ട്. പിന്നെ ഈ സെൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിട്ടുള്ള ചില റിസപ്റ്റേഴ്സ് ബാക്ടീരിയനെ കെമിക്കൽസ്, അതിന് ചുറ്റും എപ്പോഴെങ്കിലും കെമിക്കൽസ് വരികയാണെങ്കിൽ കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഒന്നുമില്ല, പറഞ്ഞപ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയെന്ന് തോന്നുന്നുണ്ട്. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ സർവൈവലിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. 5 to 10 നാനോമീറ്റർ തിക്നെസ് ഉണ്ടാവും. മെയിൻ ആയിട്ടും ഇത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് വഴി എന്താണ്? ഇത് ചില അയോൺസിന്റെ മൂവ്മെന്റിനെ അലോ ചെയ്യുകയും ആവശ്യമില്ലാത്ത അയോൺസിന്റെ മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്പോർട്ട്
സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ബാക്ടീരിയക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയന്റ് അപ്ടേക്കിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെ എക്സ്ക്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരുപാട് മെറ്റബോളിക് ആക്ഷൻസ് നടക്കുന്ന ഒരു സൈറ്റ് ആണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, സെൽ വാളിന്റെയും ലിപ്പിഡ്സിന്റെ ഒക്കെ സിന്തസിസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്രോമോസോം സെഗ്രിഗേഷനും നടക്കുന്നുണ്ട്. പിന്നെ സെൽ മെംബ്രെയിൻ്റെ അകത്ത് ചില സ്പെഷ്യൽ റിസപ്റ്റർ മോളിക്യൂൾസ് പ്രസന്റ് ആയിട്ട് കാണാറുണ്ട്. ഇത് ബാക്ടീരിയനെ സർട്ടൻ കെമിക്കൽസിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും. ഓക്കെ, ഇതാണ് സെൽ മെംബ്രെയിൻ വരുന്നത്. ദെൻ കംസ് സൈറ്റോപ്ലാസ്മിക് മെട്രിക്സ്. എന്താണ് സൈറ്റോപ്ലാസ്മിക് മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ യൂക്കാരിയോട്ടിക് സൈറ്റോപ്ലാസം പോലെ ആയിരിക്കില്ല പ്രോകാരിയോട്സിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസന്റ് ആയിരിക്കില്ല. പ്രോകാരിയോട്സിന്റെ കേസിൽ യൂക്കാരിയോട്സിൽ ഉള്ളത് പോലെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പ്രസന്റ് ആയിരിക്കില്ല. ഓക്കെ, മെയിൻ ആയിട്ടും ഇതിന്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത് റൈബോസോംസ് ഉണ്ടാകും, സ്റ്റോറേജ് ഗ്രാനുൾസ്, അതിനെ നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെൽ മെംബ്രെയിന്റെ ഇൻവെജിനേഷൻസ്, അതായത് മീസോസോം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനൊരു സൈറ്റോസ്കെലട്ടൺ, ഒരു ട്രൂ ആയിട്ടുള്ള സൈറ്റോസ്കെലട്ടൺ ഉണ്ടാകില്ല. പക്ഷെ എന്താണ്, സൈറ്റോസ്കെലട്ടൺ പോലെയുള്ള സിസ്റ്റം, ഒരു പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈറ്റോസ്കെലട്ടൺ ലൈക്ക് സിസ്റ്റം ഇവർക്ക് പ്രസന്റ് ആയിരിക്കും. യൂക്കാരിയോട്സിൽ ഉള്ളതുപോലെ ഒരു ട്രൂ സൈറ്റോസ്കെലട്ടൺ ഉണ്ടാകില്ല, പക്ഷെ അതായത് സെൽ സ്ട്രക്ചർ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷെ എന്താണ്, പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു സൈറ്റോസ്കെലട്ടൺ ലൈക്ക് സിസ്റ്റം സൈറ്റോപ്ലാസ്മിക് മെട്രിക്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്, പ്ലാസ്മ മെംബ്രെയിനും അതിനുള്ളിലുള്ള കംപ്ലീറ്റ് പദാർത്ഥങ്ങളെയും ചേർത്ത് നമ്മൾ അതിനെ പ്രോട്ടോപ്ലാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ റൈബോസോംസ്. എന്താണ് റൈബോസോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആണ് റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ RNAയും റൈബോസോമൽ പ്രോട്ടീൻസ് ആണ് പ്രസന്റ് ആയിട്ട് ഉണ്ടാകുക. ഓക്കെ, റൈബോസോംസ് എന്ന് പറയുന്നത് ദേ ആർ ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. These are composed of rRNA and ribosomal proteins. അതായത് റൈബോസോമൽ RNAയും റൈബോസോമൽ പ്രോട്ടീൻസും ചേർന്നാണ് റൈബോസോംസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ റൈബോസോംസ് mRNA ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പോളിസോം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാക്കും. ഓക്കെ, റൈബോസോം is composed of rRNA and ribosomal protein. ഈ റൈബോസോം mRNA അതായത് മെസ്സഞ്ചർ RNAയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോളിസോം എന്ന സ്ട്രക്ചർ ഉണ്ടാക്കുന്നു. ഈ പോളിസോമിൽ വെച്ചിട്ടാണ് mRNAയിൽ പ്രസന്റ് ആയിട്ടുള്ള ജനറ്റിക് കോഡോണിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പെപ്റ്റൈഡ് സീക്വൻസസ് ആക്കി മാറ്റുന്നത്. ഓക്കെ, റൈബോസോമൽ RNA പ്ലസ് റൈബോസോമൽ പ്രോട്ടീൻസ് ആണ് റൈബോസോം എന്ന് പറയുന്നത്. ഈ റൈബോസോം മെസ്സഞ്ചർ RNA ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പോളിസോം ഫോം ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ടാണ് mRNAയിൽ അതായത് മെസ്സഞ്ചർ RNAയിൽ പ്രസന്റ് ആയിട്ടുള്ള ജനറ്റിക് കോഡോൺസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പെപ്റ്റൈഡ് സീക്വൻസസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 10 to 20 നാനോമീറ്റർ ആയിരിക്കും. പിന്നെ സെഡിമെന്റേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 70s, അതായത് 70 സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. ഓരോ 70 സ്വെഡ്ബർഗ് യൂണിറ്റും 30s എന്നും 50s എന്നും നമുക്ക് 2 സബ് യൂണിറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ. എന്താണ് ഇൻട്രോസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്? ആക്ച്വലി ചില ബാക്ടീരിയയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഗ്രാന്യൂൾ അല്ലെങ്കിൽ സ്റ്റോറേജ് സൈറ്റ് ആണ് ഇൻട്രോസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ന്യൂട്രിയൻസിന്റെ അല്ലെങ്കിൽ എനർജിയുടെ ഒക്കെ ഒരു സ്റ്റോറേജ് സൈറ്റ് ആണ് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോർമലി ബാക്ടീരിയയിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ, ബാക്ടീരിയ എപ്പോഴെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി സഫർ ചെയ്യുമ്പോഴാണ് ഈ സ്റ്റോറേജ് ഗ്രാന്യൂൾസ് ഉണ്ടാകുന്നത്. എപ്പോഴാണോ ആ ഡെഫിഷ്യന്റ് ആയ എനർജി അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഈ സ്റ്റോറേജ് ഗ്രാന്യൂൾസ് ഡിസപ്പിയർ ചെയ്യാറുണ്ട്. ഓക്കെ, സോ മെയിൻ ആയിട്ടും 2 ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡീസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക, ഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസ് ആൻഡ് ഇൻഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസ്. എന്താണ് ഈ ഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത്? മെയിൻ ആയിട്ടും ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്, അതുപോലെ പോളിഹൈഡ്രോക്സിൽ ബ്യൂട്ടറേറ്റ് ഗ്രാന്യൂൾസ് ഒക്കെയാണ് നമ്മൾ ഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയുന്നത്. ഇൻഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോളിമെറ്റാഫോസ്ഫേറ്റ് അല്ലെങ്കിൽ വോളറ്റിൻ
ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ മെറ്റാക്രോമാറ്റിക് ഗ്രാന്യൂൾസ് എന്ന് പറയാറുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ ഇനോർഗാനിക് ഇൻക്ലൂഷൻ ബോഡി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൊറിനി ബാക്ടീരിയം പോലെയുള്ള ബാക്ടീരിയന്റെ അകത്ത് പ്രസന്റ് ആയിട്ട് കാണാറുണ്ട്. അതുപോലെ സൾഫർ ഗ്രാന്യൂൾസ്, ആക്ടിനോമൈസൈറ്റ്സിൽ കാണുന്ന സൾഫർ ഗ്രാന്യൂൾസും ഇനോർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ മീസോസോംസ്. മീസോസോം എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രേനിൽ നിന്നും ഉള്ളിലേക്ക് ഇൻവെജിനേറ്റ് ചെയ്ത് കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വെസിക്കിൾ, ട്യൂബ്യൂൾ പോലെ അല്ലെങ്കിൽ ലാമെല്ലെ പോലെയൊക്കെ ഉള്ളിലേക്ക് പ്ലാസ്മ മെംബ്രേനിൽ നിന്നും ഇൻവെജിനേറ്റ് ചെയ്ത് കാണുന്ന, മടക്ക് പോലെ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. ഇത് മിക്കവാറും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, ഇത് ഉണ്ടാകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ബാക്ടീരിയ ബൈനറി ഫിഷൻ നടക്കുന്ന സമയത്ത് സെപ്റ്റ ഫോം ചെയ്യുമല്ലോ, ആ സെപ്റ്റയുടെ അടുത്തായിട്ടാണ് അതായത് ഡിവിഷൻ ചെയ്യുന്ന ഭാഗത്തൊരു ഡിവിഷണൽ സെപ്റ്റ കാണാമല്ലോ, ആ സെപ്റ്റയുടെ അടുത്താണ് മീസോസോംസ് മെയിൻ ആയിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയൽ റെസ്പിറേഷൻ. ഓക്കെ, ഈ മീസോസോം എന്ന് പറയുന്നത് ബാക്ടീരിയൽ റെസ്പിറേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്ട്രക്ചർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അതുപോലെ റെസ്പിറേറ്ററി എൻസൈം പ്രോസസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂക്കാരിയോട്സിലുള്ള മൈറ്റോകോൺട്രിയക്ക് സിമിലർ ആയിട്ടുള്ള റെസ്പിറേറ്ററി എൻസൈംസ് നമുക്ക് മീസോസോമിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ സെൽ വാൾ ഫോർമേഷനിലും ഇവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് ക്രോമസോം റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ അതിനെ ഡോട്ടർ സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മീസോസോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് മീസോസോം എന്ന് പറഞ്ഞാൽ. മീസോസോം എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന ഒരു മടക്കുകൾ അല്ലെങ്കിൽ വെസിക്കിൾ, ട്യൂബ്യൂൾ പോലെയുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. മീസോസോം കാണുന്നത് മെയിൻ ആയിട്ടും ബാക്ടീരിയൽ ഡിവിഷൻ നടക്കുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന സെപ്റ്റത്തിനടുത്തായിട്ട് അവിടെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ടീരിയൽ റെസ്പിറേഷന്റെ സൈറ്റ് ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ യൂക്കാരിയോട്സിലുള്ള മൈറ്റോകോൺട്രിയയിൽ കാണുന്നത് പോലെയുള്ള റെസ്പിറേറ്ററി എൻസൈംസ്, അതിന് അനലോഗസ് ആയിട്ടുള്ള റെസ്പിറേറ്ററി എൻസൈംസ് നമുക്ക് മീസോസോമിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, കൂടാതെ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ സെൽ വാൾ ഫോർമേഷനിലും ഇവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കൂടാതെ ക്രോമസോം റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ അതിനെ ഡോട്ടർ സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മീസോസോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ന്യൂക്ലിയോയിഡ്. എന്താണ് ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ബാക്ടീരിയയുടെ കേസിൽ നമുക്ക് യൂക്കാരിയോട്സിൽ കാണുന്നത് പോലെ ഒരു ട്രൂ ന്യൂക്ലിയസ് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇതിലുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിനെ നമ്മൾ ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിനൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. യൂക്കാരിയോട്സിൽ ഉള്ളതുപോലെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ബാക്ടീരിയയുടെ കേസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ബാക്ടീരിയ നോർമലി ഹാപ്ലോയിഡ് ക്രോമസോം ആണ് പൊസസ് ചെയ്യുന്നത്. ഇത് സൂപ്പർ കോയിൽഡ് ആയിട്ടുള്ള ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിരിക്കും. ഏകദേശം 1 millimeter ലെങ്ത് ആണ് ഇതിനെ നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇത് നോർമലി സൂപ്പർ കോയിൽഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാക്ടീരിയൽ DNA-യിൽ നമ്മുടെ ബേസിക് പ്രോട്ടീൻസ് ഉണ്ടാവില്ല. കൂടാതെ ചില ബാക്ടീരിയക്ക് ലീനിയർ ക്രോമസോം നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ചിലതിന് 2 ക്രോമസോംസും കാണാറുണ്ട്. വിബ്രിയോ കോളറെ ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ ബാക്ടീരിയൽ DNA ഡിവൈഡ് ചെയ്യുന്നത് സിമ്പിൾ ബൈനറി ഫിഷൻ വഴിയാണ്. നമുക്ക് ഈ ന്യൂക്ലിയോയിഡിനെ ലൈറ്റ് മൈക്രോസ്കോപ്പി കൊണ്ട് ഒരിക്കലും കാണാൻ വേണ്ടി പറ്റില്ല. ഇതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സ്പെഷ്യൽ സ്റ്റെയിനിങ് ആയിട്ടുള്ള ഫ്യൂൽ ജെൽ സ്റ്റെയിനിങ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്ടീരിയയിൽ ചിലപ്പോൾ എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള DNA കാണാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ യൂക്കാരിയോട്സിൽ ഉള്ളതുപോലെ ഒരു ട്രൂ ന്യൂക്ലിയസ് നമുക്ക് ബാക്ടീരിയയുടെ കേസിൽ കാണാൻ വേണ്ടി പറ്റില്ല. ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന ഒരു ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള പാർട്ടിലാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാകുക. ഇതിന് ചുറ്റും ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ബാക്ടീരിയ നോർമലി സിംഗിൾ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ക്രോമസോം ആണ് പൊസസ് ചെയ്യുന്നത്. ഇത് സൂപ്പർ കോയിൽഡ് സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഏകദേശം ഇലോങ്ങേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 millimeter ലെങ്ത് ആണ് ഇതിന് ഉണ്ടാവുക. ഓക്കെ, ബാക്ടീരിയൽ DNA-യിൽ ബേസിക് പ്രോട്ടീൻസ് ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ ചില ബാക്ടീരിയക്ക് ലീനിയർ ക്രോമസോം ഉണ്ട്, ചിലതിന് 2 ക്രോമസോമും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്.
പിന്നെ ബാക്ടീരിയ DNA ഡിവൈഡ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. നമുക്ക് ന്യൂക്ലിയോയിഡിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക് ആയിട്ടുള്ള ഫ്യൂൽ ജെൽ സ്റ്റെയിനിങ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എക്സ്ട്രാ ക്രോമസോമൽ DNA ആയിട്ടുള്ള പ്ലാസ്മിഡ്സും ബാക്ടീരിയയിൽ കാണാറുണ്ട്. സോ ഇതാണ് ബാക്ടീരിയയുടെ സ്ട്രക്ചേഴ്സ്. ഇനി വരുന്നത് എക്സ്ട്രാ സെല്ലുലാർ അപ്പൻഡേജസ് ആണ്. എക്സ്ട്രാ സെല്ലുലാർ അപ്പൻഡേജസ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ, ഫ്ലജെല്ലെ, ഫിംബ്രിയെ പോലെയുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ച് അത് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? എന്താണ് സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയ? നമ്മൾ അതിനു മുന്നേ എങ്ങനെയാണ് ബാക്ടീരിയയുടെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്ടീരിയ കോക്കൈ അല്ലെങ്കിൽ സ്പെറിക്കൽ ഓർ ഓവൽ ഷേപ്പിലും കാണാറുണ്ട്. ഇലോങ്ങേറ്റഡ് അല്ലെങ്കിൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഓക്കെ, കോക്കൈ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ അറേഞ്ച് ചെയ്ത് കാണാറുണ്ട്. സിംഗിൾ ആയിട്ട് കാണാറുണ്ട്, ഡിപ്ലോ കോക്കൈ ആയിട്ട് കാണാം, സ്ട്രപ്റ്റോ കോക്കൈ അതായത് ചെയിൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണാം, ക്ലസ്റ്റേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കാണാം, അതുപോലെ സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കാണാം. സ്ക്വയർ ഷേപ്പ് ഇൻ ദ സെൻസ് 4 കോക്കയെ ചേർത്ത് വെച്ചൊരു സ്ക്വയർ പോലെ ഫോം ചെയ്ത് കാണാറുണ്ട്. അതുപോലെ ക്യൂബിക്കൽ ഫോമിലും കാണാറുണ്ട്. ഓക്കെ, പിന്നെ ബാസിലെ അതുപോലെ തന്നെ കോക്കോ ബാസിലസ് എന്ന് പറഞ്ഞാൽ കോക്കയുടെയും ബാസിലയുടെയും ഇടയിലുള്ള ഒരു ഫോമിനാണ് കോക്കോ ബാസിലസ് എന്ന് വിളിക്കുന്നത്. അതും ഇതുപോലെ ഡിപ്ലോ കോക്കൈ ആയിട്ടും ഡിപ്ലോ ബാസിലി ആയിട്ടും സ്ട്രപ്റ്റോ ബാസിലി ആയിട്ടും ഇറഗുലർലി ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് കാണാറുണ്ട്. ഇതൊന്നും അല്ലാതെ വേറെ രീതിയിൽ ബാക്ടീരിയനെ കാണാം നമുക്ക്. ഫോർ എക്സാമ്പിൾ എൻലാർജ്ഡ് റോഡായിട്ട് കാണാം, കോമ ഷേപ്പിൽ കാണാം, ക്ലബ് ഷേപ്ഡ് ഫോമിൽ കാണാം, കോക്സ്ക്രൂ ഫോമിൽ കാണാം, ഹെലിക്കൽ ഫോമിൽ കാണാം, സ്പൈറലി കോയിലായിട്ട് കാണാൻ വേണ്ടി പറ്റും. ദെൻ എന്താണ് ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ മെയിൻ ആയിട്ട് വരുന്നത്? ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ ക്യാപ്സ്യൂളും ഫ്ലജലയും ഫിംബ്രിയൊക്കെ എന്താണ് എക്സ്ട്രാ സെല്ലുലാർ അപ്പൻഡേജസ് ആയിട്ട് വരുന്നതാണ്. അത് നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സെൽ വാൾ, ദെൻ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ ദി സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ എന്താണ് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് ആയിട്ട് നമുക്ക് റൈബോസോംസ് കാണാം, ഇൻക്ലൂഷൻ ബോഡീസ് കാണാം. ഓക്കെ, സോ ബാക്ടീരിയയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെൽ വാൾ ഉണ്ടാകും, അതിനുള്ളിലായിട്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാകും, ദെൻ സൈറ്റോപ്ലാസം ഉണ്ടാകും. ഓക്കെ, സെൽ വാൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് ഉണ്ടാകുക. പെപ്റ്റിഡോഗ്ലൈക്കൻ തന്നെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലും എന്താണ് തിക്നെസ്സിൽ നല്ല വ്യത്യാസമുണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ സിമ്പിൾ സ്ട്രക്ചർ ആണ്, ഏകദേശം 50 to 100 ലെയേഴ്സ് തിക്നെസ് ആണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിന്റെ അറേഞ്ച്മെന്റും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സെൽ വാളിന്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കേസിൽ നമ്മൾ പറഞ്ഞു തിൻ ആയിരിക്കും, പക്ഷെ കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ വളരെ തിൻ ആയിട്ടാണ് പ്രസന്റ് ആയിട്ടുണ്ടാകുക, പക്ഷെ എന്താണ് ഇതില് ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ ലിപ്പോപോളി സാക്രൈഡ് ഉണ്ട്. ഓരോന്നിന്റെയും ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ സെൽ വാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെ ടെക്നിക്സ് ആണ് അഡാപ്റ്റ് ചെയ്യുന്നത്. ദെൻ സെൽ മെംബ്രെയിൻ, എന്താണ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞു, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എന്താണ് സൈറ്റോപ്ലാസ്മിക് മെട്രിക്സ് എന്ന് പറഞ്ഞു. സൈറ്റോപ്ലാസ്മിക് മെട്രിക്സിൽ നമുക്ക് മെയിൻ ആയിട്ടും റൈബോസോംസ് ഉണ്ട്. റൈബോസോം എന്താണ്? ഇറ്റ് ഇസ് ദി സൈറ്റ് ഫോർ ദി പ്രോട്ടീൻ സിന്തസിസ്. അതുപോലെ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് ഉണ്ട്. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് മെയിൻ ആയിട്ടും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ബാക്ടീരിയയിൽ ഉണ്ടാവുന്നത്. എപ്പോഴാണോ ആ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, അപ്പോഴെന്താണ് ഈ സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് ഡിസപ്പിയർ ചെയ്യാറുണ്ട്. ഓക്കെ, 2 ടൈപ്പ് ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ട്, ഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസ്, ഇൻഓർഗാനിക് ഇൻക്ലൂഷൻ ബോഡീസ്. ദെൻ മീസോസോംസ്. മീസോസോംസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിനിൽ നിന്നുള്ള ഒരു ഇൻവെജിനേഷനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയുന്നത്. ഇത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിലാണ് കുറച്ചും കൂടി പ്രോമിനന്റ് ആയിട്ട് നമുക്ക് കാണാറുള്ളത്. ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയൽ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് മീസോസോംസ് ആണ്. പിന്നെ ന്യൂക്ലിയോയിഡ്. ന്യൂക്ലിയോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാക്ടീരിയയിൽ എന്താണ് ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ല. ബാക്ടീരിയയിൽ ഒരു ട്രൂ ന്യൂക്ലിയസ് ഇല്ല, അവിടെ പ്രസന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. ഒരു ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള റീജിയനിലാണ് ബാക്ടീരിയയുടെ
ജനറ്റിക് മെറ്റീരിയൽ പ്രസന്റ് ആയിട്ടുണ്ടാകുക. ഓക്കെ, അവിടെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ബാക്ടീരിയയിൽ നോർമലി എന്താണ് സിംഗിൾ ഹാപ്ലോയിഡ് ക്രോമസോം ആണ് ഉണ്ടാവുക. പക്ഷെ ചില ബാക്ടീരിയ, ഫോർ എക്സാമ്പിൾ വിബ്രിയോ കോളറയിൽ എന്താണ് നമുക്ക് 2 ക്രോമസോംസ് കണ്ട് വരാറുണ്ട്. നോർമലി എന്താണ് ബാക്ടീരിയൽ ക്രോമസോം സൂപ്പർ കോയിൽഡ് സ്ട്രക്ചറിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പക്ഷെ ചില ബാക്ടീരിയയിൽ അത് ലീനിയർ ക്രോമസോം ആയിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുണ്ട്. ഓക്കെ, ബാക്ടീരിയൽ DNA ഡിവൈഡ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയാണ്. നമുക്കിതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ ഫ്യൂൾജൻ സ്റ്റെയിൻ യൂസ് ചെയ്യാവുന്നതാണ്. ബാക്ടീരിയ ചിലപ്പോഴെന്താണ് എക്സ്ട്രാ ക്രോമസോമൽ DNA പ്രോസസ് ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടും ബാക്ടീരിയയുടെ സ്ട്രക്ചറൽ അനാട്ടമി കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പൊതുവെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബാക്ടീരിയൽ അനാട്ടമി എന്ന് പറയുന്നത്, സ്ട്രക്ചറൽ അനാട്ടമി ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത്. എന്തായാലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെയും സെൽ വാൾ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഡിഫറൻസ് നമുക്ക് കാണാവുന്നതാണ്. ടീക്കോയിക് ആസിഡ് ഉണ്ട്, പിന്നെ എന്താണ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ലിപ്പോടീക്കോയിക് ആസിഡ്, അതുപോലെ എന്താണ് സർഫസ് പ്രോട്ടീൻ ഉണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കന്റെ തിക്നെസ്. പിന്നെ ഗ്രാം നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ അവിടെ ലിപ്പോപോളിസാക്കറൈഡ് ഉണ്ട്, പോറിൻ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, പെപ്റ്റിഡോഗ്ലൈക്കന്റെ തിക്നെസ്സിലുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ എന്താണ് സെൽ വാൾ, എന്താണ് സെൽ വാളിന്റെ ഫങ്ഷൻസ്, എന്താണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, ഗ്രാം പോസിറ്റീവ് സെൽ വാളും ഗ്രാം നെഗറ്റീവ് സെൽ വാളും തമ്മിലുള്ള ഡിഫറൻസ്, അതിന്റെ ഇമേജസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ പ്ലീസ് ആസ്ക്. ആരും ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ. താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.